സവർക്കറെ കുറിച്ചുള്ള ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് ബിജെപി കാസർഗോഡ് ജില്ലാ നേതൃത്വം. ബിജെപി പ്രവർത്തകനായതുകൊണ്ടാണ് ഗുരുപ്രസാദിന് എതിരായ നടപടിയെന്നും ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ആരോപിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പങ്കെടുക്കുന്ന കുമ്പളയിലെ പരിപാടിയിൽ ബിജെപി പ്രവർത്തകർ ഇന്ന് പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇത് നേരിയ വാക്കേറ്റത്തിലേക്കും വഴിവെച്ചു. എന്റെ പൊന്നോ, പോർത്തറിച്ച് വെട്ടാൻ കൊണ്ടുപോകണത് പോലെ കൊണ്ടുപോക്ക് കണ്ട അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവില്. ഇത് ഏത് ഭാഷ? അത് പറ, ഞാൻ പറയാ. ഇത് മലയാളം അല്ല, ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. ഒരാൾക്കും ഇവിടുന്ന് പുറത്ത് പോകാൻ പറയാൻ അനുവാദം ഇല്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അല്ല ചേട്ടാ, നമുക്ക് വശമില്ലാത്ത ഭാഷയായി പോയല്ലോ. പോലീസ് വാഹനത്തിന് ചുറ്റുമാണ് നിൽക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം. ഞങ്ങൾ പോകുന്നില്ല. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഭയങ്കരം തന്നെ. എന്താ ഷൈട്ടാ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. ഇവിടുന്ന് പോകുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം. ഞങ്ങൾ പോകുന്നില്ല. ഒന്ന് കടന്നു പോകുന്നുണ്ടോ? ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. ഒരാൾക്കും ഇവിടുന്ന് പുറത്ത് പോകാൻ പറയാൻ അനുവാദം ഇല്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഇതെന്താണ് പറയണ? അറബിക് കവിയാൻ തോന്നുന്നുണ്ട്. ജയ് ജയ് VD സർവർക്കർ, ജയ് ജയ് VD സർവർക്കർ, ജയ് ജയ് ഭാരത് മാതാ. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ടുണ്ട്. വണ്ടി അവര് റിവേഴ്സ് എടുത്ത് പോയി. വണ്ടി ആ വഴി സബ്ടൈറ്റിലിട്ട് പറയടാ, ധൈര്യം ഉണ്ടെങ്കിൽ. വലിയ സമയം പിടിക്കില്ല. വീട്ടിലിരിക്കാൻ നോക്കരുതോ? ഇവിടെ കിടന്നെങ്ങാനും ഫീസ് അടിച്ചു പോയാൽ വലിച്ചു കെട്ടാൻ പോലും ആരും കാണൂല. പരമ കഷ്ടം. കൂടുതൽ ഓവറാക്കിയ ചവിട്ടിക്കൂട്ടി ഞാൻ. മുസ്ലിം ലീഗിന്റെ ദൗർജന്യം കോൺഗ്രസ് ദൗർജന്യം അവർക്ക് നമ്മളടുത്ത് വേണ്ട. ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. ഇത് ഏത് ഭാഷ? ജയ് ജയ് VD സർവർക്കർ, ജയ് ജയ് VD സർവർക്കർ, ജയ് ജയ് ഭാരത് മാതാ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? തടയ്ക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നതാണ്, കോമ്പൗണ്ടിന് ഉള്ളിൽ വന്നതാണ്. അത് ശരി, വഴി കുത്തിരിക്കാൻ പോവാൻ പറ്റി. നമ്മൾ അകത്ത് പോയിട്ടില്ല. നമ്മൾ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസ് വന്നിട്ട് നമ്മളെ ആക്രമണം ചെയ്തു. എന്താ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടുന്ന് പോവാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ മുസ്ലിം ലീഗിന്റെതും കോൺഗ്രസിന്റെ നേതാക്കന്മാർ വന്നിട്ട് ഞങ്ങളുടെ മുഖത്തിൽ അവമാനിച്ചു. ഇവിടെ ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇവിടുന്ന് പോകാൻ വേണ്ടി ഞങ്ങള് ബിജെപിയുടെ ജനറൽ സെക്രട്ടറിയും അതേപോലെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റിനെ ഇവിടെ പൊക്കിപ്പോയി. ഇതാണ് പ്രശ്നം. ഞാൻ വിചാരിച്ചു അതാണ്ട് വലിയ കാര്യമായിരിക്കും. ഇത് ഞങ്ങൾ ആക്ഷേപിക്കുന്ന, ഖണ്ഡിക്കുന്ന, ബിജെപി ഇതിനെ കണ്ടിക്കുന്നുണ്ട്. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? അതേപോലെ SFI DYFI ഇവിടെ പ്രതിഷേധിക്കുന്നല്ലോ. അന്ന് എന്തുകൊണ്ടാണ് പോലീസുകാർ അവർ പൊക്കിക്കൊണ്ടായിട്ടില്ല? ഇന്ന് ബിജെപി വന്നതായിട്ട് പ്രതിഷേധം നടത്തുമ്പോ ഇത് സ്കൂൾ കോമ്പൗണ്ടാന്ന് പറയുന്നത്. അപ്പൊ ബിജെപിക്ക് ഒരു ന്യായം, SFIക്ക് ഒരു ന്യായം, DYFIക്ക് ഒരു ന്യായം. ഇതാണ് ഈ സർക്കാർ കാണിക്കുന്നത്. നമ്മളാണ് ആദ്യം നോക്കി വെച്ചത്. നിങ്ങൾ നോക്കി വെച്ചെങ്കിൽ അത് അപ്പൊ ഉറപ്പിക്കണമായിരുന്നു. തോണിക്കൂടെ കൊടുക്കില്ല വേണ്ടത്. ഇനിയിപ്പോ ജനറൽ സെക്രട്ടറി പൊക്കിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇനിയും വീണ്ടും ഈ പ്രതിഷേധം ശക്തമായിട്ട് നമ്മൾ നടപ്പിലാക്കും. ഇവിടെ മൊത്തം മണ്ടന്മാരാ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ.